ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 22ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോന്റെ കൂട്ടുകാരി ഹീറോയായിട്ട് അടി ഉണ്ടാക്കില്ലേ, അവന്റെ മുഖത്ത് മദ്യം കൊരി വെച്ചിട്ട് എന്നെ അടിയടാ അടിയടാ എന്ന് പറഞ്ഞു നിന്നില്ലേ. ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയം അങ്ങോട്ട് ഹീറോ അറേഞ്ച് ചെയ്ത വക്കീൽ വരും. എവിടെ നോക്കാനായിട്ട് ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നോ? അവൻ വന്നിട്ട് അവളെ തൂക്കി എടുത്തോണ്ട് പോകും. അവിടെ നിൽക്കുന്ന എല്ലാവരും നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഹീറോയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല. അവൻ മിണ്ടാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ സമയം ഹീറോയിനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ആ പ്ലേ ബോയ് വന്നിട്ടുണ്ട്. അവന് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. സാധാരണ പെൺകുട്ടികളെ കാണുന്ന പോലല്ല അവൻ ഹീറോയിനെ കാണുന്നത്. അവൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ മൈൻഡ് ആക്കുന്നില്ല. പ്ലേ ബോയ് ഹീറോയിനോട് ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നതും. അവളുടെ മുടിയൊക്കെ നേരെയാക്കാൻ വരുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അവൾ ബാക്കിലോട്ട് മാറും. ഹീറോയിൻ അവനോട് പറയും, ഞാൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ പിന്നീട് മാറും, അതുകൊണ്ട് നീ ഇതൊരു ചാൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല, നീ ഇതണക്ക് എന്നോടൊന്നും സംസാരിക്കാൻ പാടില്ല, നമുക്കിനി ബിസിനസിന്റെ കാര്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഞാൻ നിന്നെ അങ്ങനെ കരുതിയിട്ടില്ല എന്ന്. ഇതെല്ലാം അവനോട് പറയും. അവന് ചെറിയൊരു വിഷമാവുന്നെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഹീറോ വരും. ഹീറോയിന്റെ പേരും വിളിച്ചിട്ട്. ഹീറോ ഇതെല്ലാം കണ്ട് നിപ്പുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവനുമായിട്ട് സംസാരിക്കുന്നത്. അവന്റെ മുമ്പിൽ വെച്ച് ഹീറോയിനെ വന്ന് കെട്ടിപ്പിടിക്കും, തോളത്ത് കൈയിട്ടിട്ട്. എന്നാൽ അവളുടെ ദേഹത്ത് അവൻ ടച്ച് ചെയ്യുന്നില്ല. അവന് കാണിക്കാൻ വേണ്ടി ചുമ്മാ കൈ വെച്ചേക്കുന്നതാണ്. അവളെ വീട്ടിൽ കൊണ്ടാക്കിയതിന് നന്ദിയും പറഞ്ഞിട്ട് അവളെ അകത്തോട്ട് പറഞ്ഞു വിടും. പോണേ മുമ്പ് ഹീറോ അവനോട് പറയും, മേലെ ഇങ്ങനത്തെ പരിപാടിക്ക് നിന്ന് അടിച്ച് നിന്റെ പല്ല് കൊഴിക്കുമെന്ന്, ഇനി അവളുടെ പിറകെ നടക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവനതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ ഇനിയും നടക്കുമെന്നാണ് തോന്നുന്നത്, അറിയാൻ പാടില്ല. പക്ഷെ ഹീറോയിൻ അവനോട് പറഞ്ഞു കാര്യം. അവൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കില്ല. ഹീറോയിന്റെ പിറകെ തന്നെ ഹീറോയിൻ കയറി ചെന്നിട്ടുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ലിഫ്റ്റിൽ കയറി മണ്ടയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻ വിടുന്നില്ല. അവനാണെങ്കിൽ കാല് വെച്ചിട്ടുണ്ട്, അതുപോലെ ലിഫ്റ്റിന്റെ സ്വിച്ചും ഞെക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് തുറക്കും അടയ്ക്കും. അവൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നീ അവനെ റിജക്ട് ചെയ്ത കാര്യം ഞാൻ കണ്ടായിരുന്നു, നീ അടിപൊളിയാണെന്ന്. എന്നാൽ ഹീറോയിൻ പറയും, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടതാണെന്ന്. അന്നും പറഞ്ഞിട്ട് അവൾ സ്വിച്ച് ഞെക്കി മണ്ടയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻ കാല് വെക്കും ലിഫ്റ്റിന്റെ ഡോർ അടയാതിരിക്കാനായിട്ട്. സ്വിച്ചിൽ നിന്ന് കൈയെടുക്കടാന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കും. ആ സമയം അവന്റെ കയ്യിൽ അവന്റെ വെഡിങ് റിങ് കിടപ്പുണ്ട്. അവൻ ഇട്ടേക്കുന്ന വെഡിങ് റിങ്, അവളും അവനുമായിട്ടുള്ള വെഡിങ് റിങ്. എന്നാൽ അവൾ അത് ശ്രദ്ധിച്ചോന്ന് അറിയാൻ പാടില്ല. നീ കാലെടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവളുടെ ഹീലുള്ള ഷൂ ഇല്ലേ, അതിട്ട് അവനെ 2-3 ചവിട്ട് കിട്ടും. പാവത്തിന്റെ കാല് നല്ല വേദന എടുത്ത്. അതുകൊണ്ട് തന്നെ അവൻ കാല് വലിക്കും. ഹീറോയിൻ സ്വിച്ച് ആക്കി മണ്ടയിലോട്ട് പോകും. പിന്നീട് അവൻ അവളുടെ പിറകെ പോകുന്നില്ല. ഇനി ഹീലിന് അടി കിട്ടിയാൽ ഭയങ്കര വേദനയില്ലേ. പിന്നീട് ഹീറോയിൻ അവളുടെ വീട്ടിൽ വരും. അവിടെ തന്നെ സിസ്റ്ററും ഉണ്ട്. അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. സിസ്റ്റർ ചോദിക്കും, നീ ലവന്റെ കൂടെ പോയതല്ലേ, ആ പ്ലേ ബോയുടെ കൂടെ പോയതല്ലേ, നിനക്ക് അവനെ ഇഷ്ടമാണോ, നീ അവനും കമ്മിറ്റഡ് ആവാൻ പോവാണോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോയടി പെണ്ണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ചെന്നിരിക്കും. അവിടെ തന്നെ അവളുടെ വെഡിങ് റിങ് ഇരിപ്പുണ്ട്. ഹീറോ കൊടുത്ത വെഡിങ് റിങ്ങില്ലേ, അതിടണോ വേണ്ടെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അവൾ അത് എടുത്തിടുന്നില്ല. അവൾക്ക് കഴിക്കാനായിട്ട് സിസ്റ്റർ വേറെ കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ പറയും, എനിക്കറിയാം ഹീറോയിനെ നിനക്ക് ഇഷ്ടമാണ്, നിനക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ അവനിങ്ങനെ പെരുമാറിയതായത് കൊണ്ട് നീ ഇപ്പൊ അവനെ ചെറുതായിട്ട് വെറുക്കുന്നതാണെന്ന്. ഹീറോയിനെ പറ്റി അതും ഇതും പറയുമ്പോൾ ഹീറോയിൻ ഇത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവളെ ടീസ് ചെയ്ത് സംസാരിക്കത്തില്ലേ, അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നിന്റെ ബിസിനസിന്റെ കാര്യം എങ്ങനെയായി, നിന്റെ മേക്കപ്പ് എങ്ങനെ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ, കോളേജൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് മാറിപ്പോകും. ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഹീറോയിനോടൊന്നും ചോദിക്കാതെ അവിടെ നിന്ന് മാറിപ്പോകും. സിസ്റ്റർ പോയതിനു ശേഷം ഹീറോയിൻ ആലോചിക്കും അവനെ പറ്റിയിട്ട്. അവനെ കൺമഷി വരച്ചു കൊടുത്തതൊക്കെ അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഹീറോയും അവളെ പറ്റി ആലോചിച്ച് അവിടെ നിപ്പുണ്ട്. അവന് താല്പര്യമില്ല ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട്. അവള് പോയതിനു ശേഷമാണ് അവന് മനസ്സിലായത് അവൻ എന്തുമാത്രം അവളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. അതുപോലെ ഹീറോയിൻ ആദ്യം തൊട്ടേ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ ഇഷ്ടം കൂടിയതുപോലെ. അറിയില്ല, നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം അവരൊന്നിക്കോ ഇല്ലയെന്ന്. കട്ട് ചെയ്താൽ കൂട്ടുകാരിയാണ് കാണിക്കുന്നത്. കൂട്ടുകാരി കുടിച്ച് കിണ്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവൾ ഇനി എടുത്ത് കുടിക്കാൻ നോക്കുകയാണ് കുപ്പിയിലിരിക്കുന്നത്. എന്നാൽ വക്കീൽ കൊടുക്കുന്നില്ല, ആ ലോയർ കൊടുക്കുന്നില്ല. അവൻ പിടിച്ചു വാങ്ങിച്ചു വെക്കുകയാണ്. ഈ പെൺകുട്ടിയോട് പറയും, ഇനി കുടിക്കല്ലേ, കുടിച്ചിങ്ങനെ ജീവിതം കളയല്ലേ, ഒരാൾ പോയ എത്രയോ ആൺപിള്ളേരുണ്ട്, അവരെ വല്ലതും നോക്കിയാൽ പോരെന്ന്. എന്നാൽ അവൾക്ക് ഹീറോനെ തന്നെ വേണം. ഹീറോ ഇല്ലാതെ അവൾ കല്യാണം കഴിക്കില്ല, ജീവിതകാലം മൊത്തം ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാണെന്ന് പറയും. ഇത് കേൾക്കുന്ന അവൻ പറയും, എന്റെ പ്ലാനും അത് തന്നെയാണ്, എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു വൃദ്ധസദനത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് വൃദ്ധസദനത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കും. അമ്മൂമ്മയും അപ്പൂപ്പനും ഒരുമിച്ച് പോകുന്നതൊക്കെ. ഇത് കാണുമ്പോൾ നീ എന്തിനാണ് എന്റെ കൂടെ വൃദ്ധസദനത്തിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ഇട്ടടിക്കും. അവനാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അവളെ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ തുടങ്ങും. അവള് നിന്നു കൊടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇരിക്കുമ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കും. ഈ ലോയറിന് ഇവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇവൾ ഇത്രയും വിഷമിക്കുന്നത് ആരെ കാരണമാണ്, ഹീറോയെ കാരണമല്ലേ. അപ്പൊ ഹീറോയ്ക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കട്ടോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വില്ലനിസം ആണ് വർക്ക് ചെയ്യുന്നത്. ഹീറോ കാരണം ഇവൾക്ക് ഒരുപാട് വിഷമായില്ലേ, അത് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. ആർക്ക്, ഈ ലോയറിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊരു പണി കൊടുക്കട്ടോ എന്നാണ് ചോദിക്കുന്നത്. അവൾ അതിന് സമ്മതിക്കുമായിരിക്കും, അറിയില്ല. പിറ്റേ ദിവസം ഈ ലോയർ ഹീറോനെ കാണാനായിട്ട് കമ്പനിയിൽ വന്നിട്ടുണ്ട്. ലോയർ വന്ന് നോക്കുമ്പോൾ ഹീറോന്റെ അസിസ്റ്റന്റ് എന്തോ ഒരു ഫയൽ എടുത്തോണ്ട്
പോകാൻ പോവാണ്. അതുപോലെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോയർ പറയും ഞാൻ ഇത് ഹീറോന്റെ കയ്യിൽ കൊടുത്തോളാം, നീ പോയി കഴിച്ചോന്ന്. അതും പറഞ്ഞ് ആ ഫയലും വാങ്ങിച്ച് അവൻ സ്റ്റെപ്പ് കയറി ഹീറോനെ കാണാനായിട്ട് പോകും. എന്നിട്ട് അവൻ ആ സ്റ്റെപ്പിന്റെ അവിടെ പോയി നിന്നിട്ട് ഈ ഫയലിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അവൻ ഹീറോയ്ക്ക് പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? ആ കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് വേണ്ടി തന്നെ. അവള് ഹീറോനെ കാരണം ഇത്രയും വിഷമിച്ച് കുടിക്കുന്നത് അവന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഹീറോ അവളെ നോക്കാൻ ഏൽപ്പിച്ച് അവൻ പ്രണയത്തിലായതായിരിക്കാം, അറിയാൻ പാടില്ല. ഈ നേരം ഹീറോയിനും ഹീറോയിന്റെ കൂട്ടുകാരികളും സിസ്റ്ററും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും അവർ ജോലിക്കെടുത്ത ആൾക്കാരും അവരുടെ കമ്പനിയെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം ഏത് പ്രോഡക്റ്റ് എടുക്കണം, അതുമല്ല ഇത് ഡെയിലി യൂസിന് പറ്റിയതായിരിക്കണം. മറ്റേ വലിച്ചു വാരി ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന കണക്ക് വലിയ ഫ്രോക്കൊക്കെ പെൺകുട്ടികൾക്ക് ഡെയിലി ലൈഫിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ ഇട്ട് എങ്ങനെ വർക്കിന് പോകണം? വലിച്ചടിച്ചോണ്ട് പോകേണ്ടി വരത്തില്ലേ? അതൊക്കെ മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ സാധാ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്. കട്ട് ചെയ്താൽ അനീനെ ചേച്ചി വിളിപ്പിച്ചിട്ടുണ്ട്. പ്ലേ ബോയിനെ അവന്റെ ചേച്ചി വിളിപ്പിച്ചിട്ടുണ്ട് അവനെ കാണാനായിട്ട്. അവൻ കുറച്ച് ദിവസമായിട്ട് തിരക്കിലാണ്. എന്താ ഇത്ര തിരക്ക്? നീ ഏത് പെൺകുട്ടിയുടെ കൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ ഹീറോയിന്റെ കൂടെയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ചേച്ചി ടെൻഷനാവും. ഹീറോ ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ പോകുന്നതാണ് ഈ ചേച്ചി. അപ്പൊ ഇത് കാരണം പ്രശ്നമാവും. അവരുടെ പാർട്ട്ണറിന്റെ ഭാര്യയുടെ കൂടാണ് ഇവന് കറക്കം. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഹീറോയിന്റെ കൂടെ ഇനി നടക്കാൻ പാടില്ല, അവളുടെ പിറകെ പോകാൻ പാടില്ല എന്ന് അവനോട് പറഞ്ഞ് വിലക്കുന്നുണ്ട് ഈ ചേച്ചി. അടുത്ത സീനിൽ ഹീറോന്റെ മോനെയാണ് കാണിക്കുന്നത്. അവൻ കുതിര ഓട്ടിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ട് സാറ് വന്നിട്ട് അവനോട് പറയും ഈ ഇടയ്ക്ക് എന്തോ മത്സരം വരാൻ പോവാണ്, അതിന് പങ്കെടുക്കണമെങ്കിൽ നിന്റെ വീട്ടുകാരെ വിളിക്കണമെന്ന്. ആ മോൻ പറയും ചേച്ചീനെ വിളിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ സാറ് ചേച്ചീനെ വിളിക്കാനായിട്ട് പോകും. സാറ് പോയ ഉടനെ അവൻ ഫോൺ എടുത്ത് ഹീറോനെ വിളിക്കും, ഒന്ന് വരാൻ പറ്റുമെന്ന്. അവന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഹീറോയിനെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പയ്യന്റെ കുതിര ഓട്ടത്തിനെ പറ്റി അറിയാനായിട്ട് ഹീറോയിനും സാറിനെ വന്ന് കാണും. രണ്ടുപേരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഇവൻ ഏകദേശം 5-6 വർഷമായിട്ട് കുതിര ഓട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ മത്സരത്തിന് കൊണ്ടുപോയാൽ കൊള്ളാൻ ഈ സാറിനുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഹീറോയിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ഹീറോയിനും അതിന് സമ്മതിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ പോവാൻ ഇറങ്ങുമ്പോൾ ഈ പയ്യൻ വിടില്ല. ചേച്ചി നിക്ക്, ഇവിടെ അടിപൊളി ജ്യൂസ് കിട്ടും, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ജ്യൂസ് എടുക്കാനായിട്ട് ഓടും. ഇവന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഹീറോയിനെയും ഒരുമിച്ച് ഒറ്റയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ അവൻ പോയതിനു ശേഷം ഹീറോയിനും എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവരാണെങ്കിൽ നാണിച്ച് നിൽക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ എനിക്ക് ബിസിനസ്സിന് പോകാൻ സമയമായി, അതുകൊണ്ട് അവനോടൊന്ന് പറയുമോ ഞാൻ പോയെന്ന്. അവൻ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോകും. അവൾക്ക് സമയമില്ല. കുറച്ച് കഴിയുമ്പോൾ പയ്യൻ അങ്ങോട്ട് വരും. പയ്യൻ ജ്യൂസൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താ കാണുന്നത്? ഹീറോയിനെ കാണാനില്ല. ഹീറോയിനോട് ദേഷ്യപ്പെടും. നീ ആ ചേച്ചീനെ ദേഷ്യം പിടിപ്പിച്ച, നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ക്ഷമ പറയണം. എന്നെ പോലെ ഒരു കൊച്ചു കുട്ടിക്ക് വരെ അറിയാം ഒരാൾ തെറ്റ് ചെയ്താൽ ക്ഷമ പറയണമെന്ന്. എന്നിട്ട് നീ ചേച്ചിയോട് പറഞ്ഞോ? ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? ഇതൊക്കെ കേട്ട് ഹീറോ അവിടെ ഇരിപ്പുണ്ട്. ഹീറോയ്ക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ആ പയ്യൻ പറയുന്നതിൽ കാര്യമുണ്ട്. പിന്നീട് ഹീറോ വീട്ടിൽ വന്നിട്ട് അമ്മേനെ കാണുമ്പോൾ അമ്മ ഹീറോന് ഒരുപാട് ഉപദേശം കൊടുക്കും. ഹീറോയിൻ ഇല്ലാതായപ്പോൾ വീടാണെങ്കിൽ ഒരു മരുഭൂമി പോലാണ്. ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു അലപ്പോ ബഹളോ ഒന്നുമില്ല. എല്ലാവരും വിഷമത്തിലാണ്. അനിയൻ, അച്ഛൻ, അമ്മ. പിന്നെ ഹീറോ വിഷമത്തിലാണോന്ന് അറിയാൻ പാടില്ല അമ്മയ്ക്ക്. പക്ഷെ ഹീറോ വിഷമത്തിലാണ്. അനിയനാണെങ്കിൽ സ്കൂളിലെ മാർക്കൊക്കെ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ ഈ അനിയന് ട്യൂഷൻ എടുത്തോണ്ടിരുന്നത് ഹീറോയിനായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും വെയിറ്റ് കുറഞ്ഞു. കാരണം അവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നില്ല. ഹീറോയിൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡാണ് കഴിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഹീറോയിൻ ഇല്ലാത്ത വിഷമം കാരണമാണ്. അതിൽ ഈ അമ്മയുടെ തെറ്റാണെന്ന് അമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്കൊരു വാശി ഉണ്ടായിരുന്നു, നല്ല കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വേണം, നല്ല പൈസ ഉള്ള കുടുംബത്തിൽ നിന്ന്, അഭിമാനമുള്ള കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടീനെ വേണമെന്ന്. അതുകൊണ്ടായിരിക്കണം ഹീറോയിൻ അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫേക്ക് ചെയ്തത്. അതുകൊണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ പാവപ്പെട്ടൊരു പെൺകുട്ടിയാണ്, നല്ല കഴിവുള്ളൊരു പെൺകുട്ടിയാണ്, മനസാക്ഷിയുള്ള പെൺകുട്ടിയാണ്, അവളെ വിട്ട് കളയല്ലേ, അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഹീറോയിനോട് പറയും. ഹീറോ അമ്മയുടെ കൈ പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് ആരാ പറഞ്ഞ് അവളെ വിട്ട് കളഞ്ഞെന്ന്, അവൾ എന്റെ പെണ്ണാണ്, ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ നേരം ബോക്സിംഗ് ജിമ്മിൽ മറ്റേ വരനാണെങ്കിൽ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. ആൾക്കാർ ഇടിക്കുമ്പോൾ പിടിച്ചു കൊടുക്കുന്നില്ലേ, ദേഹത്തൊക്കെ ഇടി കിട്ടും. ഇടിയൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് കാല് വയ്യാതെ തറയിൽ വീഴും. ഇവൻ ഓടി ചെന്ന് അയാളെ പിടിക്കും. എന്താ പറ്റിയ? ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുമല്ല അവൻ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അതിന്റെ കൂടെ നടന്നു പോകുമ്പോൾ അവന് സംശയം അടിക്കും, ഇനിയിപ്പോൾ ഡോക്ടർ സിസ്റ്ററിനെ ചീറ്റ് ചെയ്യുന്നതാണെങ്കിലോ. അവരുടെ പിറകെ ഫോളോ ചെയ്തു പോകും. ക്യാൻറ്റീനിൽ പോയി ഇരിക്കുമ്പോൾ ഈ ഡോക്ടർ ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ തോളിലൊക്കെ തട്ടിയിട്ട് എന്തോ സമാധാനിപ്പിക്കുന്നത് പോലെ. ഇവൻ ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കും. സിസ്റ്ററിനെ വിളിച്ച് കാര്യം പറയും, നിന്റെ കാമുകൻ നിന്നെ പറ്റിക്കുകയാണ്, ഇപ്പൊ വന്നാൽ തൂക്കാന്ന്. അങ്ങനെ സിസ്റ്റർ വന്ന് ഇത് നോക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ആ പെൺകുട്ടീനെ സമാധാനിപ്പിക്കുകയാണ്. ആ പെൺകുട്ടി എന്തോ വിഷമത്തിലിരിക്കുന്നത് പോലെ. അതുപോലെ ഈ ഡോക്ടർ പോകാൻ നേരത്ത് അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്, പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുമ്പോൾ സിസ്റ്ററിന് സംശയമാവുന്നുണ്ട്. നീ ഇതിലൊന്ന് ഇടപെടണ്ടെന്ന് വരനോട് പറഞ്ഞിട്ട് സിസ്റ്റർ ഇറങ്ങിപ്പോകും. സിസ്റ്ററിന് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം സിസ്റ്റർ ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് മിണ്ടുമ്പോൾ എന്തോ പോലെ. അതുമല്ല എന്തോ സംഭവം അവൾക്ക് അറിയത്തില്ല. ഇനിയിപ്പം അവിഹിതമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും അറിയാൻ പാടില്ല. മുൻപോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. സിസ്റ്റർ ഇറങ്ങിപ്പോയ പിന്നാലെ തന്നെ ഈ വരനും പിറകെ ചെല്ലും. വരൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് അവൻ ചീറ്ററാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ സിറ്റിയിലുള്ള
പോലെയുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല, അവർ ചതിക്കുമെന്ന്. നീയൊക്കെ വെറും ടൈം പാസ് ആണ്, ഒന്നും മനസ്സിലാക്കുക, നമുക്ക് ഗ്രാമത്തിൽ പോയി സമാധാനമായിട്ട് ജീവിക്കാന്ന്. എന്നാൽ സിസ്റ്റർ ഇത് വിശ്വസിക്കത്തില്ല. സിസ്റ്റർ അവന്റെ കയ്യിൽ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ അടിപ്പാട് കിടപ്പുണ്ട്, ആരോ ഉപദ്രവിച്ചതുപോലെ. നിന്റെ കയ്യിലൊക്കെ എന്താ പാട്, നീ ആരെങ്കിലും ആയിട്ട് അടി ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്, അടി വാങ്ങാനായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. നമ്മുടെ കല്യാണ ശേഷം നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ ഉപദ്രവിക്കാം, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമവും. ഇത്രയും അവൻ ആ എഫോർട്ട് എടുക്കുന്നുണ്ട്, എന്നാൽ ഇവൻ ശരിയല്ല. ഇവൻ മാത്രമല്ല, അവന്റെ ഫാമിലിയാണ് ശരിയല്ലാത്തത്. അവന്റെ ഫാമിലി പറയുന്നത് മാത്രമാണ് അവൻ കേൾക്കുന്നത്. അതുകൊണ്ട് അത് ടോക്സിക് ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്ത് പറയാനാണ്? അവൾ പറയും, നീ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് സമയം കളയാതെ നീ നിന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യ്, ലൈഫിൽ രക്ഷപ്പെടാൻ നോക്ക്. അതാണ്ട് ഞാനൊരു ബിസിനസ് ഒക്കെ കെട്ടി ഉയർത്താൻ പോവാണ്, അതുപോലെ നീ നിന്റേതായ രീതിയിൽ പോവാൻ നോക്ക്, അല്ലാതെ എന്റെ പിന്നാലെ നടന്ന് ജീവിതം തുലച്ച് കളയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അവൾക്ക് വിഷമമുണ്ട്, പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല അവനെ സ്നേഹിക്കാനായിട്ട്. അവൾ സ്നേഹിച്ചിരുന്നു, എന്നാൽ അവൾക്കത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവൾ പിന്മാറി. പക്ഷെ അവനെ കൊണ്ട് അതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. അവൻ ഇപ്പോഴും അവളുടെ പിന്നാലെ തന്നെയാണ്. ഇനി ശരിയാവുമായിരിക്കും, അവൾ കാര്യം പറഞ്ഞല്ലോ അവനോട്. ഈ സമയം ഹീറോ കമ്പനിയിൽ വരുമ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് ഹീറോയിനോട് പറയും, ഹീറോയിന്റെ കമ്പനിയൊക്കെ നല്ല രീതിയിൽ ഉയരുന്നുണ്ട്, അവളുടെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടും വളരുന്നുണ്ട്, നല്ല രീതിയിൽ വിൽക്കുന്നുണ്ട്, അവൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ടെന്ന്. എന്നിട്ട് ഹീറോയിനോട് അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയും, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ആൺകുട്ടികളുടെ കൂടെ പിടിച്ചു നിൽക്കണം, അവരെത്രാണോ ഏൺ ചെയ്യുന്നത് അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഏൺ ചെയ്യണം, എന്നാലേ പാർട്ട്ണറിന്റെ മുമ്പിൽ ഒരു വില കാണത്തുള്ളെന്ന് അവർ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇങ്ങനെ ചെയ്യുന്നത്, ഉറപ്പായിട്ട് ഹീറോയിന് നിങ്ങളെ ഇഷ്ടമാണ്. ഇത് കേൾക്കുന്ന ഹീറോ വിശ്വസിക്കും. ആണോ, അങ്ങനാണോ? ഇപ്പൊ ഹീറോയിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കും, അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഹീറോയിന് കൂട്ടുകാരികളുണ്ടെങ്കിൽ കൂട്ടുകാരികളോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഹീറോയിനായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി. അവര് സംസാരിച്ച് ഹീറോയിനെ നിങ്ങളെ ഇഷ്ടപ്പെടുത്തും. ഹീറോ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് കേട്ടിരിക്കുന്നുണ്ട്, കാരണം ഇതൊക്കെ ഒരു ടിപ്പാണല്ലോ. കട്ട് ചെയ്താൽ ഡോക്ടറും പിന്നെ അവൻ സമാധാനിപ്പിച്ച ഒരു പെൺകുട്ടിയില്ലേ, അവർ രണ്ടുപേരും ഒരു ബാറിൽ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നുണ്ട്, നല്ല റൊമാൻറ്റിക് ആയിട്ട് തമ്മി നോക്കുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ഈ സിസ്റ്റർ വരും. സിസ്റ്റർ വന്ന് നോക്കുമ്പോൾ ഇവർ റൊമാൻറ്റിക് ആയിട്ട് നോക്കി എവളെ ചിരിക്കുന്നതായിട്ട് കാണും. പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്ര നേരം കണ്ടത് ഇവരുടെ സ്വപ്നം മാത്രമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ ചെന്ന് കാണുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടർ എന്തോ കുക്ക് ചെയ്യാൻ മറ്റോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് അവിടെ ഇരിക്കാൻ പറയും. അവനും അവിടെ ഇരിക്കും. ഇവളെന്തോ അത്യാവശ്യമായിട്ട് പറയാൻ വന്നതല്ലേ, അത് കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കും. ഇവളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവന്റെ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് അവനോട് പറയും, ഞാൻ നീ ഒരുപാട് വ്യത്യാസമുണ്ട്, നിനക്ക് എന്നെക്കാട്ടി നല്ല പെൺകുട്ടികളെ കിട്ടും, നല്ല കഴിവുള്ള പെൺകുട്ടികളെ കിട്ടും, ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ കിട്ടും, ആ പെൺകുട്ടി നല്ല ഡോക്ടറാണ്, അതുമല്ല ഞാനും നീയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, നീ നല്ല രീതിയിൽ പഠിച്ച് രക്ഷപ്പെട്ടൊരു ഡോക്ടറാണ്, എന്നാലും ഞാൻ സാധാരണ ആവറേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, എന്തായാലും ഇത് തമ്മിൽ നല്ല ഗ്യാപ്പ് വ്യത്യാസം ഉണ്ട്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകുമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ അവനാകെ സ്തംഭിച്ചു പോകും. അവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പിന്നെ അവള് പറയുന്നുണ്ട്, ഒരാഴ്ച നിനക്ക് സമയം തരാം, നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നിനക്ക് ചേരുന്ന പെൺകുട്ടിയാണോ ഞാൻ, അല്ലെങ്കിൽ നിനക്ക് ഇതിലും നല്ല പെൺകുട്ടികളെ കിട്ടുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ നല്ലത് അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും ഇതൊക്കെ നോക്കിയിട്ടാണോ പ്രണയിക്കുന്നത്? അല്ലല്ലോ. ഡോക്ടർ ആണെങ്കിൽ ആകെ സ്തംഭിച്ചു പോകും. ഇതൊക്കെ കേട്ടിട്ട് അവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവന് ഈ പെൺകുട്ടീനെ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു മൊമെന്റിൽ പറയാൻ പറ്റുന്നില്ല. ഒരാഴ്ച അവന് സമയം കൊടുത്തിട്ടുണ്ട് ചിന്തിച്ച് പറയാനായിട്ട്. ഇനിയിപ്പം മുൻപോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതായത് ഒന്നിച്ച് പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തോന്നും, ഇനി അവള് പോരാന്നൊക്കെ തോന്നിയാലോ, അങ്ങനെ വല്ലതും തോന്നി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവള് ഒരാഴ്ച സമയം കൊടുത്തത്. പിന്നെ നമ്മുടെ ഡോക്ടർ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടീനെ സമാധാനിപ്പിച്ചത്, ആ പെൺകുട്ടി ഓപ്പറേഷന്റെ ഇടയിൽ ആ പേഷ്യന്റ് അറിയാതെ മരിച്ചുപോയി. അത് അവരുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് അല്ല, അവൾ ചെയ്ത ഓപ്പറേഷനിൽ മരണം കൊണ്ടുവന്നപ്പോൾ അവൾക്ക് വിഷമമായി, അതുകൊണ്ടാണ് അവൾ കരഞ്ഞപ്പോൾ അവൻ സമാധാനിപ്പിച്ചത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്റ്ററിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ ആ പെൺകുട്ടിയും ഡോക്ടറുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും പറഞ്ഞിട്ട് അവൾ ഹീറോയിനെ പോയി കാണും ബിസിനസിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. ഹീറോയിൻ എന്തോ ഫോണിൽ തിരക്കിലാണ്. ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് ആലോചിക്കും ഇതിനെ പറ്റിയിട്ട്. അവൾ ആകെ ഡള്ളായിട്ടുണ്ട്, എന്തോ വിഷമം പോലെ. സിസ്റ്റർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയിന് മനസ്സിലായി അവൾക്ക് എന്തോ വിഷമം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളോട് ചെന്ന് തിരക്കും, എന്താ പറ്റിയ, നിന്നെ വിഷമിപ്പിക്കാൻ പറ്റുന്ന രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് ആ വരനും പിന്നെ ഡോക്ടറും. ആരാ നിന്നെ വിഷമിപ്പിച്ച്? ഇതേക്കുന്ന അവള് പറയും, നിനക്ക് അറിയാലോ ഡോക്ടർ എന്നെ വിഷമിപ്പിച്ച്. ഹീറോയിനോട് അവൾ കാര്യം പറയും. അവളും ഡോക്ടറുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവനാണെങ്കിൽ ഒരു ഡോക്ടറും, അവള് സാധാരണ ഒരു പെൺകുട്ടിയല്ലേ. ഇവളുടെ ഈ മെച്യൂരിറ്റി, അതായത് അവൾ ഇത് ചിന്തിക്കാനുള്ള ആ ഒരു ബോധം കാണിച്ചില്ലേ സിസ്റ്റർ, ഇത് കാണുമ്പോഴേ ഹീറോയിന് മനസ്സിലാവും സിസ്റ്റർ ഒരുപാട് മെച്ചറായെന്ന്. പണ്ടത്തെ പോലെ ഒന്നും ചിന്തിക്കാതെ പൊട്ടിക്കാളിയായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല. അവളിപ്പോ മെച്ചറായിട്ടുണ്ട്, ജീസസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിൻ പറയും, നീ ഇപ്പൊ മെച്ചറായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് സിസ്റ്ററിനെ സമാധാനിപ്പിക്കും. സിസ്റ്ററിന് ഇപ്പൊ പഠിക്കാൻ പോകാനായിട്ട് സമയമായി, എന്തോ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ രാറ്റയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് ഹീറോയിൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ഡോക്ടർ പയ്യനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ പയ്യൻ അവളെ ഇഷ്ടമാണെന്ന്. അവനാണെങ്കിൽ വലിയൊരു ബൊക്കെയൊക്കെ ആയിട്ട് നിപ്പുണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട്. അവൻ കുറെ നേരമായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിപ്പുണ്ട്. എന്നാൽ സിസ്റ്റർ അവിടെ ഇല്ല, ഏതോ എക്സാമിനായിട്ട് പോയിക്കുകയാണ്. ഹീറോയിൻ വന്നിട്ട് അവൾ ഇവിടെ ഇല്ല, അവള് കുറച്ച് നേരത്തേക്ക് എന്തായാലും ബിസി ആയിരിക്കും, പിന്നീട് അവളെ ഞാൻ പറഞ്ഞു വിടാന്ന് പറയും. അതല്ല, നിനക്ക് ഒരാഴ്ച സമയം തന്നേക്കുമല്ലേ, അതൊക്കെ നീ ചിന്തിച്ചോ? പിന്നെ അവള് പണ്ടത്തെ പോലെ
അവളൊരു പൊട്ടിക്കാളി പെൺകുട്ടിയല്ല, ഇപ്പൊ ഒരുപാട് മെച്ചറായി, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പൊക്കെ ചിന്തിച്ചിട്ട് വേണം എടുക്കാൻ. ഇതൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഞാൻ അവൾക്ക് ആ പൂ കൊടുക്കാന്ന് പറഞ്ഞ് പൂവ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിൻ കൊടുക്കാന്നേ സിസ്റ്ററിനായിട്ട് ഡോക്ടർ തന്നുവിട്ടേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സമാധാനപ്പെട്ട് നടന്നു പോകുമ്പോൾ അവന്റെ ഫോണിലോട്ട് കോൾ വരും. വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹീറോ തന്നെ. അവനൊന്ന് കാണണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനെ കാണാനായിട്ട് ബാറിൽ ചെല്ലും. ഹീറോ അവിടെ അടുത്ത് കുടിയുന്നുണ്ട്. ഹീറോന്റെ അടുത്ത് പോയി ഇരിക്കും. ഹീറോ അവന് കുടിക്കാനായിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കും. ഹീറോ അവനോട് ചോദിക്കും, നിനക്ക് ഹീറോയിനെ അറിയാമല്ലോ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അസിസ്റ്റന്റ് പ്രത്യേകം ഹീറോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടീനെ വളയ്ക്കണമെങ്കിൽ അവളുടെ കൂട്ടുകാരനോട് പറഞ്ഞാൽ മതി, കൂട്ടുകാരനോട് കൂടുതൽ സിമ്പതി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ പറയുന്നത് പെൺകുട്ടികൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവനെ വന്ന് കണ്ടേക്കുന്നത്. അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ. പക്ഷെ അവൻ പറയും, പണ്ട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, ഞാൻ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ അവളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് കൂട്ടുകാർ മാത്രമാണ്. ഹീറോയ്ക്ക് ഇത് മുമ്പേ അറിയാം. ഹീറോ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എനിക്ക് അവളെ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ വില എന്താണെന്ന്. അവളെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവൾ പോയതിനു ശേഷം നെഞ്ചിലൊരു വിങ്ങലാണ്. നീ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഇത് കേൾക്കുന്ന അവൻ പറയും, ഞാനും ഇതേ അവസ്ഥയിലാണ്, ഞാനും ഒരു പൊട്ടനാണ്. അവൾ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവളുടെ വില എത്രയാണെന്ന്. രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികളെയാണ് ഇഷ്ടം. അതായത് ഒരാളുടെ സിസ്റ്ററിനെയാണ് മറ്റൊരാൾക്ക് ഇഷ്ടം, മറ്റൊരാളുടെ സിസ്റ്ററിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം. എന്തോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ എന്ത് സിസ്റ്റർ ആണെന്ന്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാന്ന് സമ്മതിക്കും. ഹീറോ യവന് വേണ്ടിയിട്ട് സിസ്റ്ററിനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യവൻ ഹീറോന് വേണ്ടിയിട്ട് ഹീറോയിനോട് സംസാരിച്ചെല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കൊളാബറേഷൻ പോലെ, ഒരു ഹെൽപ്പ് പോലെ. രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ എന്റെ ബ്രദർ ഇൻ ലോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ മദ്യം എടുത്ത് ചേഴ്സ് അടിച്ച് കുടിക്കും. ഇതും കാണിച്ചുകൊണ്ടാണ് 22ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.